തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ രീതിയിൽ പ്രതിരോധിക്കുമ്പോഴും തൊഴിൽ സമ്മർദ്ദം എന്ന ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഇപ്പോഴും BLOമാർ. സമ്മർദ്ദമുണ്ട് എന്നാണ് ആലപ്പുഴയിലെ ഒരു വിഭാഗം BLOമാർ പരാതിപ്പെടുന്നത്. ഈ ചിലർ ചടങ്ങിനു വേണ്ടി പണിയെടുക്കുന്നുവെന്നാണ് ഇതിനെതിരെ കളക്ടറുടെ ശബ്ദ സന്ദേശമുള്ളത്. അതൊക്കെ പുറത്തു വരികയും ചെയ്തിരുന്നു ഇന്ന്. അതേസമയം വയനാട്ടിലെ ഒരു BLO 12 ദിവസങ്ങൾ കൊണ്ട് നടപടികൾ പൂർത്തിയാക്കിയ ഒരു സംഭവം കൂടിയുണ്ട്. സമ്മർദ്ദമൊന്നും അവർക്കൊരു വിഷയമല്ലല്ലോ. അപ്പം സാറ് ചെയ്ത് തീർക്ക്. അത് ഞാൻ കളക്ടർക്ക് ഈ സമ്മർദ്ദം കളക്ടർക്ക് ഞാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു മരണം പോലും ഒരു ഈ സജീവ് സാറ് ഇത്ര ലഘൂകരിച്ച കാര്യം ഞാൻ കളക്ടർക്ക് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. BLOമാരും കളക്ടർ അടക്കമുള്ള ഉദ്യോഗസ്ഥരും ഉള്ള ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ നടന്ന ചർച്ചകളുടെ സംഭാഷണങ്ങളും ചാറ്റുകളുമാണിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പ്രധാനപ്പെട്ട ആരോപണമെന്ന് പറയുന്നത് BLOമാരെ, ബ്ലോക്ക് ലെവൽ ഉദ്യോഗസ്ഥന്മാരെ, ജില്ലാ കളക്ടർ അടക്കമുള്ള മേലുദ്യോഗസ്ഥർ ഈ ജോലി വേഗത്തിൽ തീർക്കാൻ വേണ്ടി സമ്മർദ്ദം ചെലുത്തുന്നു എന്നുള്ളൊരു ആരോപണമാണ് പ്രധാനമായും ഉയർന്നു വരുന്നത്. ഇതിൻ്റെ ഒരു തുടക്കഘട്ടത്തിൽ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ളത് മാത്രമാണ് പറഞ്ഞത്. മറ്റൊരു രീതിയിലുമുള്ള സമ്മർദ്ദങ്ങൾ നൽകുന്നില്ല എന്നുള്ളതാണ് ജില്ലാ കളക്ടറുടെ ഔദ്യോഗികമായ വിശദീകരണം. SIRുമായി ബന്ധപ്പെട്ട് BLOമാരുടെ ജോലിഭാരവും മറ്റ് കാര്യങ്ങളും അവരുടെ ബുദ്ധിമുട്ടുകളും ഒക്കെ ചർച്ചയാകുമ്പോഴാണ് സംസ്ഥാനത്ത് ആദ്യമായി ഒരു BLO മുഴുവൻ ജോലികളും പൂർത്തിയാക്കിയിരിക്കുന്നത്. 12 ദിവസം കൊണ്ടാണ് പടിഞ്ഞാറത്തറ AUP സ്കൂളിലെ അധ്യാപകനായ വിനോദ് കുമാർ പുഷ്പത്തൂർ ഏൽപ്പിച്ച വാർഡിലെ മുഴുവൻ വോട്ടർമാരുടെയും SIR നടപടികൾ പൂർത്തിയാക്കിയിരിക്കുന്നത്. വയനാട് വെങ്ങപ്പള്ളി പഞ്ചായത്തിലെ 102-ാം ബൂത്തിലെ ചുമതലയാണ് വിനോദ് കുമാറിനുണ്ടായിരുന്നത്. ഞാൻ BLOമാർക്ക് ട്രെയിനിങ് കൊടുത്തായിരുന്നു. SIRൻ്റെ ഭാഗമായിട്ട് ട്രെയിനിങ് കൊടുക്കാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. ട്രെയിനർ ആയതുകൊണ്ട് എനിക്ക് ഇതിനെപ്പറ്റി കൃത്യമായി മനസ്സിലാക്കാൻ പറ്റി. അതുകൊണ്ട് എൻ്റെ വോട്ടർ പട്ടികയിലുള്ള ആളുകളെ കൃത്യമായി സോർട്ട് ചെയ്ത് വെച്ചു. ആദ്യം 1-2 കുറച്ച് വീടുകളിൽ മാത്രം ഒരു പ്രാവശ്യം പോയി ഫോം ഫില്ല് ചെയ്തു. പിന്നെ കമ്മീഷൻ ഉത്തരവ് വന്നുകൊണ്ട് ഫോമുകൾ ആദ്യം എല്ലാവരും വിതരണം ചെയ്യാനുള്ള ഓർഡർ കിട്ടി. അതിൻ്റെ ഭാഗമായിട്ട് എല്ലാ വീടുകളിലും ഫോം വിതരണം ചെയ്തു. 2ാം ഘട്ടമായിട്ടാണ് എല്ലാ വീടുകളിലും പോയിട്ട് ഫോമുകൾ തിരിച്ചു വാങ്ങിയത്. രാത്രി 9:30 മണിക്ക് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. 10 മണിയാകുമ്പോൾ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ മാഡം എന്നെ മേഘശ്രീ മാഡം എന്നെ വിളിച്ചിട്ട് അഭിനന്ദനം അറിയിച്ചു. 11 വർഷമായി BLO ആണ്. അതിൻ്റെതായ അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ എളുപ്പമായിരുന്നു. എങ്കിൽ കൂടി വളരെ പെട്ടെന്ന് തന്നെ ഈ നടപടികൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞു. സംസ്ഥാനത്ത് തന്നെ ഒന്നാമതായി ഈ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കമൽ, മാതൃഭൂമി ന്യൂസ്, വയനാട്.